ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഡെയിലി ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ക്ലീനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ 2 ദിവസമായിട്ടാണ്. ഫസ്റ്റ് ഡേ ഞാൻ അടുക്കള മാത്രമേ ഒന്ന് ക്ലീനാക്കി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഡെയിലി ക്ലീനിങ് തന്നെയാണ്, അല്ലാതെ വീക്ക്ലി വൺസ് അങ്ങനെയല്ല. ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ അടുക്കളയുടെ ജനൽ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്, പിന്നെ സ്ലാബൊക്കെ തുടച്ച് നീറ്റാക്കി ഇടുക എന്നൊക്കെ പറയുന്നത്, ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ എന്ന് പറയാനായിട്ടുള്ള കാരണം, കുറേ ദിവസം കൊണ്ട് നമ്മളുടെ വീഡിയോയ്ക്ക് ഈ ഒരു കമൻറ്റ് മസ്റ്റ് ആണ് എന്ന് പറയും പോലെ ദിവസവും എല്ലാ വീഡിയോയ്ക്കും വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി ക്ലീനിങ് വ്ളോഗ് ചെയ്യുമോയെന്നും പറഞ്ഞിട്ട്. അത് വെറും ഒരു ക്ലീനിങ് വ്ളോഗല്ല, മുഖം കവർ ചെയ്തുകൊണ്ട് തോർത്ത് കെട്ടിയിട്ടുള്ളൊരു ക്ലീനിങ് വ്ളോഗ്. അതെന്താണ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ആ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഡേ 2 ആണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് മുഖത്ത് തോർത്ത് കെട്ടുക എന്നുള്ളതാണ്. അതാണല്ലോ മെയിൻ. അപ്പോൾ കെട്ടി ഓക്കെ ആയി. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ടും ആണ്. ഹാളിൽ ചിലന്തി വലയൊക്കെ അടിക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ ചിലന്തി വല അടിക്കാനായിട്ട് അധികമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ, ഈ ഒരു റിക്വസ്റ്റ് വരുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ചേട്ടായിയും നീലൂട്ടനും മാല ഇടുന്നതിന് മുന്നേ വീടെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്തായിരുന്നു. ഞാൻ വലയെല്ലാം അടിച്ച് തുടച്ച്, ജനലെല്ലാം തുടച്ച്, പൊടിയൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷം തറയൊക്കെ തൂത്തുവാരി തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വലയും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ഈ റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നിടത്ത് നന്നായിട്ട് നേരത്തെ ക്ലീൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിന്നെ മുകളിലത്തെ ചിലന്തി വലയൊക്കെ ചെറുതായിട്ടൊക്കെ വലയുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞു. നമ്മൾ കുറേ നാൾ മുന്നേ വാങ്ങിച്ച ഒരു വലയടിക്കുന്ന കമ്പാണ് കേട്ടോ ഇത്. അത് മൊത്തം പോയിരിക്കുക, അതൊക്കെ ഇളക്കിയിരിക്കുക കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങ് ചെയ്യുക. പിന്നെ നേരെ വന്നത് നമ്മുടെ ജനലിൻ്റെ അടുത്തോട്ടാണ്. ഈ ജനലിലാണ് ഏറ്റവും കൂടുതൽ പൊടിയും വലയും ഇരിക്കുന്നത്. ഭയങ്കര വല എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലന്തി ശല്യം കേട്ടോ. പക്ഷേ ചിലന്തി ശല്യത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എന്നും ഞാനിങ്ങനെ വലയടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു റെമഡി കണ്ടുപിടിക്കണം ചിലന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജനലിലുള്ള വലയും കാര്യങ്ങളും എല്ലാം ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് ഇനി അവിടെ പിന്നെ തുടയ്ക്കുന്നതിന് മുമ്പ് തുണി വെച്ചും കൂടി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നത് നമ്മുടെ തയ്യൽ മെഷീൻ്റെ മുകളിലോട്ടാണ്. തയ്യൽ മെഷീൻ്റെ മുകളിലില്ലാത്ത സാധനങ്ങളില്ല. എണ്ണക്കുപ്പി, ചീപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി ഒതുക്കി വെച്ചിട്ട്, തയ്യൽ മെഷീനും കുറേ ദിവസമായി തുടച്ചിട്ട് കേട്ടോ. ജസ്റ്റ് തുണി വെച്ച് തുടച്ചിട്ട് പോലും കുറേ ദിവസമായി. പിന്നെ നമ്മുടെ ഹാളിലിരിക്കുന്ന ഒരു വലിയ കണ്ണാടിയാണ്. അപ്പോൾ ഈ കണ്ണാടിയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ അടിച്ച്, പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടിഭാഗവും കൂടി ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൂക്കുമ്പോഴെല്ലാം ചൂല് വെച്ച് തന്നെ ഇങ്ങനെ വല അടിച്ചടിച്ച് പോകുന്നത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ TV ഇരിക്കുന്നതിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അവിടെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് എല്ലാ സാധനങ്ങളും, ചേട്ടയുടെ വർക്കിൻ്റെ സാധനങ്ങൾ, ഈ സാമ്പിളുകളും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ഒന്ന് വലയൊക്കെ അടിച്ച് പൊടിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരെ സിറ്റ് ഔട്ടിലോട്ട് വന്നിട്ട് സിറ്റ് ഔട്ട് ഒന്ന് തൂത്തു. നേരത്തെ വല അടിച്ചിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ട്. ഇടയ്ക്ക് നീലൂട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോന്ന് പറയുമ്പോൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ നേരെ ഹാളിലോട്ട് കയറിയിട്ട് ഹാളും ഒന്ന് തൂത്ത് ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എന്തായാലും ഞാൻ തൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി വലയൊക്കെ അടിച്ചതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഹാളിലോട്ട് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് ഇനി നേരെ തുടയ്ക്കാനായിട്ട് പോവാം കേട്ടോ. തുടയ്ക്കാൻ പോകുന്നതും വൻ ശോകമാണ് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം എന്താണെന്ന്. അപ്പോൾ ഹാളെല്ലാം ഒന്ന് തൂത്ത്, ഹാളിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വലയടിച്ചതിൻ്റെ പൊടിയും വലയും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ താഴത്തെ ഹാളിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെയാണ് നമ്മുടെ കസേരകളൊക്കെ ഇരിക്കുന്നത്. കസേരയിൽ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങളും തോർത്തുകളും ഒക്കെയാണ്. അതൊക്കെ ഒന്ന് പറക്കി മാറ്റി. പിന്നെ നമ്മുടെ
ഈ ഒരു കബോർഡ് കണ്ടോ, ആ കബോർഡിൻ്റെ അകത്ത് ഞാനിപ്പം തൊടുന്നില്ല, കാരണം അവിടെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. നമ്മുടെ ജനലിൽ വന്നിട്ട് തുണി വെച്ച് ജസ്റ്റ് തുണി നനച്ചിട്ടും ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നേ ഉള്ളൂ, പൊടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോകാനായിട്ട്. പിന്നെ ഞാൻ കബോർഡിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നുമല്ല, അവിടെ ഞാൻ നേരത്തെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത സമയത്ത് അവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നത് നമ്മുടെ പഴയ വിളക്ക്, നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ, പാവകൾ, പിന്നെ ഒരു റോയിലായിട്ട് നമ്മുടെ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം അവിടെ ക്ലീനായിട്ട് തന്നെ ഇരിക്കുക, അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഹാളും കൂടെ തൂത്ത് അതെല്ലാം വാരി കളഞ്ഞിട്ട് ഇനി തുടയ്ക്കാനായിട്ടുള്ള പരിപാടിയിലോട്ട് പോവാട്ടോ. തുടയ്ക്കാനുള്ള കമ്പ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയതാട്ടോ, മോപ്പിൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ നമ്മുടെ ചൂലിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് ചൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റിക്കാണ് തൂത്ത് കഴിഞ്ഞിട്ട് നേരെ മോപ്പിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് മോപ്പും ഇതും കൂടെ ഊരിയിട്ട് നമ്മുടെ ബ്രഷിലോട്ട്, തൂക്കുന്ന ബ്രഷിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് കേട്ടോ. രണ്ടിനും കൂടെ ഒരു സ്റ്റിക്കാണ് ഉള്ളത്, അതായത് തൂക്കുന്ന ബ്രഷിനും തുടയ്ക്കുന്ന മോപ്പിനും ഒരു സ്റ്റിക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 in 1 എന്നുള്ള രീതിയിൽ ആണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹാള് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി തുടയ്ക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ തോർത്ത് കെട്ടിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, പൊടി അടിക്കുമ്പോൾ മാത്രം നമ്മൾ തോർത്ത് കെട്ടിയാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ തോർത്ത് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആരാണോ റിക്വസ്റ്റ് ചെയ്തത്, അമൽ എന്നാണ് തോന്നുന്നു പേര്, റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു, ബൈ.